വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്റർ 3, മാത്സിലെ ചാപ്റ്റർ 3 ആയ സ്ക്വയർ ഐഡന്റിറ്റീസ് ആണ്. അതിൽ നമുക്ക് സ്ക്വയർ ഓഫ് സംസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ചെയ്തതായിരുന്നു. ഇവിടെ നമ്മൾ വേരിയബിൾസ് ആണ്, അതിന് പകരം വേരിയബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താണ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിന് പകരം ഇവിടെ നമുക്ക് നമ്പേഴ്സിന് പകരം എന്താണ് ആൾജിബ്ര യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൾജിബ്ര യൂസ് ചെയ്യുമ്പോൾ എക്സ് ഒരു അൺനോൺ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആണ്, അതുപോലെ തന്നെ വൈ ഒരു വേരിയബിൾ ആണ്. അപ്പം അതിൻ്റെ സമ്മ്, രണ്ട് വേരിയബിളിൻ്റെ സമ്മ് സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇതൊരു സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്ക്വയറിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ സമ്മ്, അതായത് ഈ സൈഡ് എക്സ്, ഇത് വൈ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എക്സ്, ഇത് വൈ. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫിഗറിലെ ഈ പിക്ചർ ഇതെന്താണ്? ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സ്ക്വയർ ഉണ്ട്. ഇത് എക്സ്, ഇത് വൈ ആകുമ്പം ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്, ഇത് വൈ. ഇങ്ങനെയാണ് നമുക്ക് സൈഡ് വരുന്നത്. അതായത് എക്സ് പ്ലസ് വൈ അല്ലേ. സൈഡ് വരുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ, എല്ലാം എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഇവിടെ എന്താണ്? ഇതൊരു സ്ക്വയർ ആണ്, ഇതിൻ്റെ സൈഡ് എന്താണ്? വൈ ആണ്. അപ്പം വൈ ഇൻറ്റു വൈ, ദാറ്റ്സ് ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലേ. ഇതെന്താണ്? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് എക്സ് ഒന്ന് വൈ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ അല്ലേ. അതുപോലെ തന്നെ ഇതും ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇത് സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പം എന്താണ് ലെങ്ത്ത്? ഒരു സൈഡ് എക്സും, അല്ലെങ്കിൽ ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം നമുക്ക്. അല്ലെങ്കിൽ ലെങ്ത് വൈയും എക്സും, എങ്ങനെ ആയാലും എക്സ് ഇൻറ്റു വൈ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൈ. അപ്പം നമ്മൾ ആ ഒരു വലിയ സ്ക്വയറിനെ 4 പാർട്ടായി, അതിൽ 2 സ്ക്വയറും 2 റെക്റ്റാങ്കിളും ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് കിട്ടി? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എത്ര എക്സ് വൈ ഉണ്ട്? എക്സ് വൈ ഉണ്ട്, ഒന്നുണ്ട്, പിന്നെ വീണ്ടും ഒരു എക്സ് വൈ ഉണ്ട് അല്ലേ, പ്ലസ് വൈ സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2xy പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ഇതിലെ പ്രോബ്ലംസ് എല്ലാം, കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള വേറെയും ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഈ ഇക്വേഷനാണ്. എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇത് വെച്ചിട്ട് നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ ഞാൻ പുട്ട് വൈ ഈക്വൽ ടു 1 കൊടുക്കുന്നുണ്ട്. വൈക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? 1 കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, വൈൻ്റെ പ്ലേസിലല്ല നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ. എക്സ് എത്രയാണ്? എക്സ് തന്നെയാണ്. വൈൻ്റെ പ്ലേസിൽ എത്രയാണ്? 1 ആണ്, പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആൻസർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ക്ലിയർ അല്ലേ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആയിരിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 1½ ഹോൾ സ്ക്വയർ, 1½ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. 1½ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് ഹാഫ് ആണ് 1½ അല്ലേ. അപ്പോൾ 1 പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ. ഇതേത് ഫോമിൽ വന്നു? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ വന്നു അല്ലേ. ഇവിടെ എക്സ് എത്രയാണ്? എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു ഹാഫ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്ത് എഴുതി? എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു ഹാഫ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും നോക്കാം. നമുക്ക് ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം.
എന്തായിരുന്നു എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എക്സിന് പകരം വൺ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എത്രയാണ് 1 ഇൻറ്റു വൈ എത്രയാണ് ഹാഫ് പ്ലസ് ഹാഫിൻ്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പം എന്താ 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ ആൻസർ 1 ആണ് അല്ലേ? പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1/2. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനിയോ 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ. ന്യൂമറേറ്ററിന് സ്ക്വയർ കൊടുക്കണം, ഡിനോമിനേറ്ററിന് സ്ക്വയർ കൊടുക്കണം. അപ്പോൾ അവിടെ എന്ത് വരും? 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 1 സ്ക്വയർ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അപ്പോൾ 2 + 1/4 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? 2 1/4 എന്നാണ്. ആൻസർ എത്ര കിട്ടി? 2 + 1/4 എന്ന് പറഞ്ഞാൽ 2 1/4. 1 ആൻഡ് ഹാഫിന് നമുക്ക് 1 + ഹാഫ് എന്ന് എഴുതിയില്ല. അതുപോലെ 2 + 1/4 എന്ന് പറഞ്ഞാൽ 2 1/4. അപ്പോൾ 1 ആൻഡ് ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 1/4. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?